ED റെയ്ഡ് അന്ന് അവിടെ ബിനീഷ് എത്തി, അവിടെ ആ പ്രതിരോധത്തിൻ്റെ ഒരു നായക സ്ഥാനത്ത് ബിനീഷ് നിൽക്കുന്നു. അത് വലിയ രീതിയിൽ ബിനീഷിൻ്റെ ഇമേജ് പാർട്ടിക്കുള്ളിൽ മാറ്റിയിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ മാറ്റിയിട്ടുണ്ട്. അതൊരു തരത്തിൽ അനുഗ്രഹമായി മാറിയോ ആ സംഭവം? അങ്ങനെ പറയാൻ പാടില്ല. ആ ED റെയ്ഡ് ഒരു അനുഗ്രഹമാണെന്ന് ഞാനങ്ങനെ പറയാം. അതൊരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ പാർട്ടിയെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ ചെയ്ത് നടത്തുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസാണത്. അപ്പോൾ എനിക്കതിനെ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ അനുഭവിച്ച ഒരാളെന്ന ഒരു കുടുംബം എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ അങ്ങനെ മറ്റൊരു കുടുംബം അത് അനുഭവിക്കാൻ പോകുമ്പോൾ ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായ പിന്തുണ നൽകുകയും ഐക്യപ്പെട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഞാനതിനങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കെന്തെങ്കിലും ഒരു വലിയ ഒരു രാഷ്ട്രീയ മാനം കിട്ടുമെന്നോ എൻ്റെ അങ്ങനെയൊന്നുമല്ല ഞാൻ കരുതുന്നത്. അപ്പം നാളെ അത് അവർക്കല്ല, നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോ ഒരു പാർട്ടി കുടുംബത്തിനോ വന്നാൽ ഞാൻ ഇപ്പം ഈ പാർട്ടി കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഖാക്കളായിട്ടും, ഇപ്പം ഈ തിരുവനന്തപുരത്തുള്ളല്ല, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള പാർട്ടി കേസുകൾ പെട്ടിരിക്കുന്ന എല്ലാ സഖാക്കളുമായിട്ടും, ഇപ്പം പല കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകളായിട്ടും ഞാൻ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. ആ സൗഹൃദത്തിൻ്റെ പരമായിട്ട് ചിലപ്പോൾ എന്നെ പല രീതിയിലും അതൊക്കെ ശരിയാണോ, അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ശരിയാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകൾ, ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ചെറുപ്പം ആളുകൾ, അവരാ കേസിൽ പെട്ടു, അവർക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശിക്ഷ അവർ അനുഭവിക്കുന്നു. പക്ഷേ ഞാൻ അവരായിട്ട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് അറിയുന്ന ആളുകളാണ്. അവരൊന്നും ഞാനങ്ങനെ തള്ളിപ്പറയില്ല. ഇതിപ്പോൾ TK ഗോവിന്ദൻ വീട്ടിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ബിനീഷിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അമ്മയുടെ ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ പാർട്ടിയുമായി ബിനീഷ് അകലുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകലുന്നു എന്ന ചില തോന്നലുകളും ചർച്ചകളും വരെ അത് ഇടയാക്കിയിരുന്നു. ആ സംഭവം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. TK ഗോവിന്ദൻ്റെ ആ സന്ദർശനം, അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ഒരു തരത്തിൽ പാർട്ടിയോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു. അല്ലല്ലോ, പാർട്ടിയും ഇപ്പോഴത്തെ അതിനെ ഈ പറയുന്ന പോലെ ഈ തെറ്റിലത്തെ രേഖയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, കളിപ്പറമ്പിലെ പയ്യൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പം സൈബർ അറ്റാക്ക്, എൻ്റെ അടുത്താണ് സൈബർ അറ്റാക്കിൻ്റെ കാര്യം പറയുന്നത്. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നിട്ട് മുന്നിൽ നിന്ന് ഞാൻ പതറിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് നിന്നിട്ട് പൂർണ്ണമായ അറ്റാക്കും. നമ്മൾ കൂട്ടത്തിലുള്ള ആൾ വളരെ സൈലൻറ്റും. ഒരു 50 ലക്ഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ടാവും ഇടതുപക്ഷത്തിന്. ഒരു 500 ആളുകൾ പോലും ഉണ്ടാവില്ല അന്നൊരു സപ്പോർട്ട് ചെയ്യാൻ വന്ന എൻ്റെ ഫോട്ടോ ഇട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോട്ടോ ഇട്ട ആളുകളുടെ അടിയിൽ ചെന്നിട്ട് ഇപ്പോൾ നമ്മളെ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആൾ ഇവൻ്റെ കൂടിയൊക്കെയാണോ നിന്ന് ഫോട്ടോ ഇപ്പോഴും വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരപമാനിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ആ 500 പേര് എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. ആ 500 പേരെ എനിക്ക് നല്ല 50 ലക്ഷം ഹാൻഡിലുകളുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവരെയൊന്നും തള്ളിപ്പറയാൻ തയ്യാറാവില്ല. അത് അറ്റാക്കുകൾ, ഇപ്പോൾ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്കത് ചിരിക്കാനേ പറ്റുള്ളൂ. എന്ത് സൈബർ അറ്റാക്ക്? ഇതിനും വലിയ എന്താ പറയുക, എത്രയോ ഇതിനേക്കാളും വലിയ അറ്റാക്ക് നടന്നിട്ടൊന്നും ഞാൻ പേടിച്ചിട്ടില്ല. അത് ആര് കൂടെ ഉണ്ടെന്ന് എനിക്ക് വിഷയമല്ല. എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാൻ കാര്യം ചെയ്തിട്ടുള്ളത്. അമ്മയും അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കോടിയേരിയുടെ മരണത്തിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയില്ല, ആരാണ് വ്യക്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അമ്മയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ബിനീഷ് ഇപ്പോൾ പാർട്ടിയെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പറയുന്നു, അല്ലാത്തൊരു സാഹചര്യം കൂടി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. അത് അമ്മ ആ കാര്യം പറഞ്ഞതിൻ്റെ ക്രക്സ് എന്താണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ വാചകം പറയേണ്ടി വന്നത് ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ അടുത്ത് വരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാഹചര്യം, തെറ്റിദ്ധാരണ പുറമേക്ക് മാറണ്ടേ? ആ തെറ്റിദ്ധാരണ പാർട്ടിയായിട്ട് മാറേണ്ട വിഷയം മാത്രം. അത് TK ഗോവിന്ദന്റെ വരവുമായി ബന്ധപ്പെട്ട് അനുമതി ചോദിക്കാനാണ് വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണോ? അല്ല, അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വം ചില കാര്യങ്ങൾ പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അതാണ്. അപ്പോൾ അന്ന് ആ ഫോൺ കോൾ എടുത്തിരുന്നെങ്കിൽ ആ വിവാദം ഉണ്ടാവില്ലായിരുന്നു. അല്ല, അത് പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പാർട്ടി കുടുംബം എന്ന രീതിയിൽ പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ TK ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്കെതിരായിട്ട് നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതങ്ങനെ വിശ്വസിക്കാനും പാടില്ല. പോയവരെല്ലാവരും തിരികെ വരണം എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നയം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പാർട്ടിക്കകത്ത് പോകുമ്പോൾ എല്ലാ ആളുകളും പോയ ആളുകൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റി തിരുത്തിയിട്ടുണ്ട്. എൻ്റെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുന്നു. ആ പാർട്ടി തിരുത്താൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ പാർട്ടിയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരാൾ വീട്ടിലേക്ക് വരുന്നു, അതിനിപ്പോഴും ഞാൻ വളരെ സ്റ്റാൻഡായിട്ട് ഞങ്ങളുടെ കുടുംബം എന്ന രീതിയിലൊരു സ്റ്റാൻഡ്, അന്ന് അമ്മ പറഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അവരെ സ്വീകരിക്കുക എന്നുള്ളത് കുടുംബം എന്ന രീതിയിൽ ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അറിയുന്ന ആളുകൾ എന്താണ് ആ വരുന്ന ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകളോട് ഐക്യപ്പെടുന്നു എന്നുള്ള ഒരു നിലപാടും അതുമായിട്ടില്ല.
ഈ ടി കെ ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ അവരൊക്കെ അപ്പം പാർട്ടിയിലേക്ക് തിരിച്ചു വരണം, തെറ്റുതിരുത്തലിൽ അതുകൂടി ഉൾപ്പെടണമെന്നാണോ? അല്ല, അതൊക്കെ ഉണ്ടല്ലോ പാർട്ടിയിൽ തെറ്റിദ്ധരുത്തൽ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരണമെന്നുള്ളതാണ് ബിനീഷിന്റെ അഭിപ്രായം. എല്ലാവരും തിരികെ വരണം. ഈ പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ടു പോകണം, കൂടുതൽ ബഹുജന അടിത്തറ വിപുലപ്പെടുത്തണം. പോയ ആളുകളൊക്കെ തന്നെ ഇതിലും മോശപ്പെട്ട രീതിയിൽ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്, പാർട്ടി നേതാക്കളെ കുറിച്ച് പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ജയരാജന് പിന്നീട് തിരുത്തേണ്ടി വന്നു. എങ്ങനെ പറഞ്ഞ ആളുകളെ ഈ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ പാർട്ടി രേഖയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയില്ലേ. അത് അന്നത്തെ ജയരാജൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളല്ല, കമ്മിറ്റിയിൽ അത് പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇന്റർവ്യൂവിൽ. ഞങ്ങൾ കമ്മിറ്റിയിൽ പറയുന്നത് ഇതിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയില്ലേ. ആ ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾ എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് ആഗ്രഹിച്ചത്, ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പാർട്ടി പുറത്തു പറഞ്ഞിരിക്കുന്നത്. കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും മോശം അനുഭവം അന്ന് അമ്മ പറഞ്ഞ, വിനോദിനി പറഞ്ഞ ആ ഫോൺ എടുക്കാത്ത പോലെയുള്ള സംഭവങ്ങളാണോ, അതോ അതിലും സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഈ പാർട്ടി എന്നുള്ളത് ഒരു കുറച്ച് ആളുകളല്ല ഈ പാർട്ടി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ചെയ്യുന്ന നിലപാടുകൾ കാരണം ഈ പാർട്ടിയെ വെറുക്കാൻ വേണ്ടിയിട്ടൊന്നും കാരണമാവരുത്. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധങ്ങൾ. ചില നിലപാട് ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എടുക്കുന്ന നിലപാടുകൾ നമ്മളെ സങ്കടപ്പെടുത്താം, ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ അവഗണിക്കുന്നത് നമ്മളെ സങ്കടപ്പെടുത്താം. പക്ഷെ അതൊന്നും അല്ലല്ലോ ഈ പാർട്ടി എന്നുള്ളത്. ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നതും ആശയം എന്ന് പറയുന്നതും അതൊന്നും അല്ലല്ലോ. അതൊക്കെ ഈ അവഗണിച്ചാലും ഒക്കെ പെട്ടാൽ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാം. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വാചകം നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണകൂട കേന്ദ്രീകൃതമാവരുത്, വ്യക്തി കേന്ദ്രീകൃതമാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ വ്യക്തിപരമായ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടായാൽ പോലും ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ അതൊന്നൊരു വിഷയമല്ല. വ്യക്തിയല്ലല്ലോ പാർട്ടി. എന്തുകൊണ്ട് പക്ഷേ കോടിയേരിക്ക് മാത്രം അങ്ങനെയെന്നൊരു ചോദ്യമില്ല. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം AKG സെൻറ്ററിൽ കൊണ്ടുവരണം എന്ന് കുടുംബം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ആർക്കും ഒന്നും അന്തിമോപചാരം പോലും അർപ്പിക്കാൻ കഴിയാതെ നേരിട്ട് കണ്ണൂരിൽ എത്തിക്കുകയായിരുന്നു. അവിടെ സംസ്കാരം നടക്കുകയായിരുന്നു. അന്നത് വലിയ വാർത്തയുമായതാണ്. അതൊക്കെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കാണല്ലോ. അപ്പോൾ അതൊരു വിഷമമായി ഇപ്പോഴും മനസ്സിലുണ്ടോ? അല്ല, അതൊരു വിഷമമായിട്ട് സ്വാഭാവികമായിട്ട് അവശേഷിക്കുമല്ലോ. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ജീവിതത്തിലും മരണത്തിലും കുടുംബത്തിനുള്ളതുപോലെ തന്നെ അധികാരവും അവകാശവും പാർട്ടിക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ടി അന്നൊരു നിലപാടെടുത്തു, ആ പാർട്ടി ആ നിലപാടെടുത്തു, ആ പാർട്ടി ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കാര്യങ്ങൾ ചെയ്തു. നിങ്ങളത് അതിലുള്ള എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല? അതൊക്കെ ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് പറയേണ്ടത് പാർട്ടിയോടല്ലേ. ഞങ്ങളതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യം. വ്യക്തിപരമായി ബിനീഷിനൊരു വിഷമം തന്നെയാണല്ലേ? ബിനീഷ് ചോദിക്കുന്നത് 2001 കോടിയേരിയും നിങ്ങളും എല്ലാം ഇവിടേക്ക് സെറ്റിലാവുന്ന തിരുവനന്തപുരത്ത് ഏതാണ്ട് അത്രയും 98 അത്രയും 2 പതിറ്റാണ്ടിലധികമായിട്ടുള്ള ബന്ധമുള്ള നാട്ടിൽ അവസാനമായി ഒരു നമുക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ വിഷമമായിരുന്നില്ല? അല്ല, അത് ഞങ്ങൾക്കുള്ള വിഷമം എന്നുള്ളതിലുപരി ഒരുപാട് സഖാക്കൾ, അത് ഞാനത് പല കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സഖാക്കളും കാണുമ്പോൾ ഇപ്പോഴും ഒരു വേദനയോടുകൂടി പറയുന്ന ഒന്നും. ഇപ്പോൾ ചില സഖാക്കൾ എന്നെ ഈ പറയുന്ന പല ഘട്ടങ്ങളിലും ചില പ്രായമുള്ള ആളുകൾ, ചില അമ്മമാരൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ കെട്ടിപ്പിടിച്ചൊക്കെ കരഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, കാണാൻ പറ്റില്ല. അതൊക്കെ അവർ വൈകാരികത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ കരുതുന്നത് ഏത് കാലത്തിലായാലും ആ ഒരു വേദന എല്ലാവരുടെ മനസ്സിലും ഉണ്ടല്ലോ. കോടിയേരി അങ്ങനെ ഒരു വേദനയായിട്ട് എല്ലാവരുടെ മനസ്സിൽ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ചിന്തിച്ചിട്ടില്ല ബിനി? അല്ല, അതൊക്കെ ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ, പാർട്ടിയല്ലേ അതൊക്കെ. ഞങ്ങൾ പാർട്ടി കുടുംബമല്ലേ. പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അച്ഛൻ പങ്കിട്ട ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവുമല്ലോ. ജീവിതത്തിൽ എപ്പോഴും നഷ്ടങ്ങളും ഈ സങ്കടങ്ങളും തന്നെയാണ് കൂടുതലുണ്ടാവുക. പക്ഷെ എന്നാലും നമുക്ക് ഒന്നിനെ ഇഷ്ടപ്പെട്ടാൽ അതിന് നമുക്ക് എത്ര തന്നെ വെറുക്കാനുള്ള കാരണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പാർട്ടിയും അങ്ങനെയാണ്. എന്ത് തരത്തിലും ആളെ ഈ വെറുക്കപ്പെടാനുള്ള കാരണങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ പോലും നമ്മൾ അതിനെ ചേർത്ത് പിടിക്കണം എന്നുള്ളതല്ലേ പറയുക. നമ്മൾ അതിനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്നല്ലേ പറയുക. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ആ വിവാദങ്ങൾക്ക് ശേഷം പിന്നീട് അതേ സംസ്ഥാന നേതാവ് പിന്നീട് ഫോൺ എടുത്തിട്ടുണ്ടോ? എം വി ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി ആണ് അത് എന്നാണ് മനസ്സിലാക്കില്ല. ഇല്ല, അതേ വ്യക്തി പിന്നീട് ഫോൺ എടുത്തിട്ടുണ്ടോ? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഏത് നേതാവാണെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൽ പ്രധാന ചുമതലയുള്ളത് എം വി ഗോവിന്ദനാണല്ലോ. ഗോവിന്ദൻ മാഷ് അല്ലാത്ത ആളുകളില്ലേ?
കേരളത്തിൽ പ്രധാന ചുമതല വഹിക്കുന്ന PB അംഗം ആരാ? ഗോവിന്ദൻ മാഷ് അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊരു നേതാവാണെന്ന് പറഞ്ഞാൽ അതൊരു നേതാവ് എന്താ കേരളത്തിൽ പ്രധാന ചുമതല വഹിക്കുന്ന PB അംഗം വേറെ ആരാണ്? MV ഗോവിന്ദൻ അല്ല. അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഞങ്ങൾ അങ്ങനെ കണ്ടെത്തിയതാണ് മാധ്യമം. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു. ആണോ? അപ്പൊ പിന്നെ ആരാണ്? അല്ല, അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. കേരളത്തിൽ പ്രധാന ചുമതല MV ഗോവിന്ദനാണല്ലോ ഉള്ളത്. ഞാനത് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാനത് ഞങ്ങളുടെ കുടുംബം അത് പറയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയേണ്ടത് പാർട്ടി നേതൃത്വത്തോടാണ്. അത് ഞങ്ങൾ നേതൃത്വത്തോട് പറയും. അമ്മയോട് പിന്നീട് തുറന്നു പറച്ചിലുകൾ ഉണ്ടാവരുതെന്ന് നിങ്ങൾ പറഞ്ഞു, അതോ അമ്മ സ്വയം? അമ്മയോട് തുറന്നു പറച്ചിൽ ഉണ്ടാവരുതെന്ന് പറയാം. അമ്മ എന്തൊരു സ്വതന്ത്ര വ്യക്തിയല്ലേ. അമ്മയെ അങ്ങനെ ഈ പറയുന്ന അവരെ അങ്ങനെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഏത് വ്യക്തിയിലും പോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ. അവർക്ക് ഞങ്ങളിപ്പോൾ അവരുടെ അച്ഛനൊരു പക്ഷേ ബിനീഷിന്റെയൊക്കെ ഭാവി ആലോചിച്ച് MV രാജഗോപാലൻ മാഷ് എന്നുള്ളത് തലശ്ശേരിയുടെ മുൻ MLA ആണ്. അവരൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അവർ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായിട്ട് നിന്ന ആളാണ്. അവർക്ക് നല്ല സംഘടനാ ബോധമുണ്ട്. അവരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള നല്ല ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരത് പറയും. അപ്പോൾ ഈ പറയുന്ന ഇന്ന രീതിയിൽ അഭിപ്രായം പറയാനൊന്നും അവരുടെ അടുത്ത് പറയാനൊന്നും പറ്റില്ല. അല്ല, ഒരു പക്ഷേ മകന്റെ ഭാവിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓർത്തിട്ട് അമ്മ പറയാത്തതായിരിക്കും. എന്റെ ഭാവിയോ? എൻ്റെ അച്ഛൻ പേടിച്ചിട്ടില്ല എൻ്റെ ഭാവി ഓർത്ത്, പിന്നല്ലേ എൻ്റെ അമ്മ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വരുന്നു. തെറ്റിദ്ധരുത്തലിനെ കുറിച്ച് ഇപ്പോൾ ബിനീഷ് പറഞ്ഞു. ഇപ്പോൾ ഉയരുന്നൊരു വിവാദം, ഈ നമ്മളെന്താണോ പയ്യന്നൂരൊക്കെ കണ്ടത് അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന മന്ദിരത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിലും വലിയ തട്ടിപ്പ് നടന്നു എന്നൊരു വാർത്ത വരികയാണ്. അതിനെ ശ്രദ്ധിച്ചോ? അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്? അല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചു. പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ജീർണതകളൊക്കെ സംഭവിക്കാം. പാർട്ടിക്കകത്ത് അതിലുള്ള ജീർണതകൾ സംഭവിച്ചാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളെ പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി അതിനെ ഈ പറഞ്ഞ ചുമതല ഉണ്ടായിരുന്ന ആളെ പുറത്താക്കി. ലോക്കൽ സെക്രട്ടറിക്ക് മാത്രമാണോ അതിൻ്റെ ഉത്തരവാദിത്വം? ഇങ്ങനെ ലോക്കൽ സെക്രട്ടറിക്ക് മാത്രമാണോ അതിൻ്റെ ഉത്തരവാദിത്വം? അറ്റ് പ്രസന്റ് അതിൻ്റെ അന്വേഷണം നടക്കുകയാണല്ലോ. അന്വേഷണം നടത്തി പാർട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തും. പക്ഷേ ഏരിയ കമ്മിറ്റി, അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള വ്യക്തി, പുള്ളിക്കൊക്കെ പങ്കുണ്ട്, അതായത് പാർട്ടിയുടെ മേലത്തട്ടിലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം ഒരു സംശയമുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ സംശയിക്കുന്നില്ല. അത് പാർട്ടി കണ്ടെത്തുമല്ലോ. ഇപ്പോൾ പാർട്ടിയുടേതായിട്ടുള്ള മെക്കാനിസം ഉണ്ടല്ലോ, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുമതല കണ്ടപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ അയാളെ ചുമതലയിൽ നിന്ന് മാറ്റി നടപടിയെടുത്ത് നിർത്തിയിരിക്കുകയാണല്ലോ. അല്ല, ആക്ഷേപം കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതെ, അതിപ്പോഴാണ് പാർട്ടിയുടെ മുന്നിൽ പരാതിയായിട്ട് വരികയും കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്ത് ഇപ്പോഴാണ്. അപ്പോൾ ആ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ അത് അയാൾ മാറ്റി. ഇനി അതിനുള്ള അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള നടപടിയിലേക്ക് പാർട്ടി നോക്കിയിട്ട് കിടക്കും. ഇതിപ്പോൾ സ്വന്തം പിതാവിൻ്റെ പേരിൽ തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ഫണ്ട് പിരിവ്, ഒരു സ്മാരക മന്ദിരത്തിന് വേണ്ടി തുടങ്ങിയ ഫണ്ട് പിരിവിൽ അഴിമതി നടക്കുന്നു എന്നത് ഒരു മകനെന്ന നിലയിൽ താങ്കൾക്ക് വിഷമം ഉണ്ടാക്കുന്നതല്ലേ? അത് ഏത് മകനായാലും വിഷമം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അത് പാർട്ടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ പാർട്ടി അതിനായിട്ടുള്ള നടപടി എടുക്കുന്ന ഉത്തമ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ള. കാരണം അതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കരുത്തോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പാർട്ടിയിൽ രേഖാമൂലം പരാതികളോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളതിനെ ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുടുംബത്തിൻ്റെത് മാത്രമല്ല, അത് പാർട്ടിയുടേതാണ്. ഈ ജനങ്ങളുടെ ഈ പറയുന്ന ഈ സമൂഹത്തിൻ്റെ മുഴുവനാണ്. ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കോടിയേരി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന ആളുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. കോടിയേരിയെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാത്ത രാഷ്ട്രീയം വരുമ്പോൾ മാത്രമേ നമ്മളതിനെ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഇതെടുക്കുന്നു അതിന് നമ്മുടെ പെർമിഷൻ തന്നെ. അതിനൊക്കെ കോടിയേരി സമൂഹത്തിൽ ജീവിച്ച ആളാണ്. ഇപ്പോഴും ബിനീഷ് കോടിയേരിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നതാണ്. അത് അഭിമാനമാണോ? അതിനപ്പുറം മറ്റൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, എപ്പോഴും ജീവിതകാലം മുഴുവൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള ഐഡന്റിറ്റി, മുന്നിൽ നിന്നുകൊണ്ടുള്ള ഐഡന്റിറ്റിക്ക് മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു ഐഡന്റിറ്റി വെച്ചുകൊണ്ട് തന്നെ ജീവിത അവസാനം പോവുകയാണ് എങ്കിൽ പോലും ആ ജീവിതകാലം അങ്ങനെ തന്നെ ജീവിച്ച് തീർക്കാനാണ് എനിക്കിഷ്ടം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള ഐഡന്റിറ്റിയാണല്ലോ ഏറ്റവും അഭിമാനപൂർവ്വം. നമുക്കറിയാം, പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു പിണറായി വിജയനും കോടിയേരിയും. ആ കോംബോ ഭയങ്കര പാർട്ടിക്കും എല്ലാം അതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വലിയ ഉപകാരപ്രദമായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു കോടിയേരിയുടെ അഭാവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഈ രണ്ട് പേരിൽ ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ബിനീഷിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ആരാണ്? അതിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചില്ലല്ലോ വല്ല അർത്ഥമുണ്ടോ? അതിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാണല്ലോ എന്നെ ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ കൂടുതൽ ഇടപെട്ട് നിൽക്കുന്നതും ഞാൻ ജീവിതകാലം മുഴുവൻ കണ്ടതും ജീവിതകാലം മുഴുവൻ സംസാരിച്ചതും ഒക്കെ എൻ്റെ അച്ഛനായിട്ടായിരിക്കുമല്ലോ. എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ. ഇത് ഞാൻ നിഷ്പക്ഷനായി നിന്ന് ഒരു കമ്പാരിസൺ ആണ്. അല്ല, എന്നെ സംബന്ധിച്ചിട്ട് അത്രയേ ഉള്ളൂ. അച്ഛൻ കഴിഞ്ഞേ ഉള്ളൂ. അതാണല്ലോ എന്തായാലും. അച്ഛൻ എങ്ങനെയൊക്കെയാണ് ബിനീഷിനെ സ്വാധീനിച്ചിട്ടുള്ളത്?
ഏറ്റവും പ്രധാനമായിട്ട് താമസിച്ചില്ല ഒന്നിന്റെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിന്റെ മുമ്പിലൊന്നും പതറിപ്പോകരുത് എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പ്രതിസന്ധി വന്നാൽ പതറിപ്പോകരുത്, എല്ലാത്തിനെയും നേരിട്ടോളണം. എപ്പോഴും പറയുന്ന ഒരു വാചകം വാ നോക്കാം, ഈ ഒരു വാചകമാണ് വാ നോക്കാം, അത് വരട്ടെ അത് നോക്കാം. ഈ വാചകം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്ത് പ്രശ്നം വരുമ്പോഴും ഈ ശബ്ദം എപ്പോഴും ഒരു അശരീരി പോലെ ഇങ്ങനെ വരട്ടെ നോക്കാം എന്നൊരു സാധനം എപ്പോഴും അച്ഛൻ പറയുന്നൊരു വാചകം. അതെപ്പോഴും ഭയങ്കര കരുത്തായിരുന്നു. ഇപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് കരുത്താണ്. ഇപ്പം ആലോചിക്കുന്നുണ്ടോ കുറച്ചുകൂടി അച്ഛനെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ച നിലയിൽ പെരുമാറണമായിരുന്നു, വളരണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് ഞാൻ കാരണം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിലൊക്കെ കുറ്റബോധം ഉണ്ടാകുന്നുണ്ടോ? അത് സ്വാഭാവികം. ഞാൻ അതാണല്ലോ അങ്ങനെ ഒരു നവീകരിക്കപ്പെടലൊക്കെ നമുക്ക് ഇപ്പോൾ ജയിലിൽ പോയ സമയത്ത് അത് വലിയ രീതിയിൽ ഞാൻ ആലോചിച്ച കാര്യങ്ങളാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഞാൻ സ്വയമേവ ആലോചിച്ചിട്ടുണ്ട്. വളരെ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് ഒരു വർഷക്കാലത്തെ ജയിൽ ജീവിതം തന്നെയാണ്. കുറേ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ അച്ഛൻ മാത്രമായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നതും ഇപ്പോൾ ആലോചിച്ച് വെക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയും. തെറ്റ് ചെയ്യാത്ത ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് അച്ഛനോട് പറയാം. ചെറുതായാലും വലുതൊന്നുമില്ല, എന്ത് തെറ്റുകൾ ചെയ്തത് ഞാൻ അച്ഛൻ്റെ അടുത്ത് തുറന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറയാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാളാണ്. അതാണ് അച്ഛനെ. അപ്പം എന്നെ മാത്രമല്ല അച്ഛനെ സംബന്ധിച്ചിട്ട് എല്ലാ ആളുകളും പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു ലിസണറാണ്, ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാണ് കോടിയേരി എന്നുള്ളതാണ്. നോ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ നോ പറഞ്ഞത് എന്തെങ്കിലും ബിനീഷ്? നോ എന്ന് അച്ഛനൊന്നും പറയില്ല. അതാണ് അച്ഛൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് വലിയ സംഭവമായിട്ട് നമ്മൾ അവതരിപ്പിക്കും. ഭയങ്കര നമ്മളെന്തോ വലിയ സംഭവം ചെയ്തതല്ലേ. അപ്പം മൂപ്പറൊരു ചിരിയുണ്ട്, അത് നമ്മളെ ആകെ മൊത്തത്തിലാകും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു വലിയ കാര്യമില്ല, നീ അതിൻ്റെ ബാക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. ഞാനതങ്ങ് വിടും, അത്രയേ ഉള്ളൂ. അച്ഛൻ തള്ളി പറഞ്ഞ ഏതെങ്കിലും സമയം ഉണ്ടായിട്ടുണ്ടോ ബിനീഷ്? എന്നെയോ തള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പല ഏതെങ്കിലും ഞാൻ എടുത്ത നിലപാടുകൾ അങ്ങനെയൊക്കെയാണ്. നിലപാടിലോ ചെയ്ത കാര്യങ്ങൾക്കകത്തും അത് വേണ്ടേനടാ അങ്ങനെ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അച്ഛൻ അങ്ങനെ ഒരു നിലപാടല്ല. അത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ കേസ് വന്നത് ഞാൻ ജയിലിൽ നിറയുന്ന ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഇത്തരത്തിലേക്ക്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പല ഇന്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്, നീ കോടിയേരിയുടെ മകനായതുകൊണ്ടാണ് നിനക്ക് ഈ കേസുകളൊക്കെ വന്നത്. അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞ മറ്റോ ഞാനില്ലാതാവുന്ന കാലത്ത് ഇതെല്ലാം അവസാനിക്കും. അത് പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. ഇപ്പം എന്നെ കൊണ്ട് എന്തെങ്കിലും കേസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ? അല്ല, അതെ, കേൾക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പം എന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കോടിയേരിയുടെ ഫെയിമിൽ നിൽക്കുന്ന ഒരു ബിനീഷ് കോടിയേരിയെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുറച്ചുകൂടി ഒരു ഇത്തരത്തിലേക്കുള്ള കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള മേഖലയാണ്. ഇപ്പോൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടായാലും സിനിമ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് കുറച്ചുകൂടി പതുക്കെ വരുമ്പോൾ ഇതെല്ലാം പിറകെ വന്നോളും. അതൊക്കെ എനിക്ക് അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നല്ല കരുത്ത് ഞങ്ങൾക്കില്ലേ. അപ്പോൾ ബിനീഷ് എങ്ങനെയാണ് ബിനീഷിൻ്റെ ഭാവിയെ സെറ്റ് ചെയ്യുന്നത്? പൊളിറ്റിക്സ് ഒരു ഫുൾ ടൈമറായി നിൽക്കാനാണോ താല്പര്യം? ഇനി ഞാനൊരു ഫുൾ ടൈമറായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മാത്രം തീരുമാനിച്ച പോലല്ലോ, ഞങ്ങളുടെ സിസ്റ്റം പ്രകാരം പാർട്ടി എന്ന രീതിയിലാണ് അതൊക്കെ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഈ പൂർണ്ണസമയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇടപെടുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട്. ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ക്രിക്കറ്റ് ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ അഡ്വക്കസി ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള മേഖലയിൽ നിൽക്കുമ്പോൾ പാർട്ടിയുമായിട്ട് ഇത് ചെയ്യുന്ന എല്ലാവർക്കും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സിൽ നിൽക്കുക എന്നുള്ളത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ സമൂഹവുമായിട്ട് ഇടപെട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇടപെട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബിനീഷ് ഈ പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്, അല്ലെങ്കിൽ പാർട്ടിയിൽ ഫുൾ ടൈമറായി നിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും പിന്തുണ തന്നിട്ടല്ലല്ലോ നമ്മൾ ഇതുമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അത് നമ്മൾ സ്വയമേവ സന്നദ്ധരാകുമല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ഇതൊരു വലതുപക്ഷ രാഷ്ട്രീയമൊന്നുമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സ്വയമേവ നിങ്ങൾ എന്ത് പാർട്ടിക്ക് നൽകുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് പാർട്ടി നിങ്ങൾക്ക് എന്ത് നൽകുന്നു എന്നുള്ളതല്ല. ഞാൻ എന്താണ് പാർട്ടിക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു ഷംസീറിൻ്റെ ഒരു പടം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സഖാവ് പുഷ്പനെ സന്ദർശിക്കാൻ എത്തിയ സമയത്തെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഷംസീർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന്
മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. ഇന്ന് ഇപ്പോൾ തോൽവിയായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷംസീറുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? ഷംസീർ ഞങ്ങളെ വീട്ടിലെ പൂർണ്ണ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളവരാണ്. ഇപ്പം ഞങ്ങൾ ലൈക്ക് എ ബ്രദർ എന്നുള്ളത് തന്നെയാണ്. ലൈക്ക് എ ബ്രദറിനേക്കാളും ഉപരി അങ്ങനെ പറയുന്ന ബ്രദർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പം വിനോയ് ഞാനും ഷംസീറൊക്കെ ഒരുമിച്ച് വന്ന ആളുകളാണ്. അപ്പം അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറയുന്ന പോലെ യങ് രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് ഷംസീർ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന, ഇപ്പോഴും ഞങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊരു നിലപാടെടുക്കണം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഷംസീർ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ഷംസീർ പറഞ്ഞ നിലപാട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കാര്യങ്ങളല്ലേ പറയുന്നത്. അത് ഷംസീർ അങ്ങനെ ഒരു തുറന്ന പറച്ചിലുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകണം. അങ്ങനെ ഉള്ള നേതാക്കൾ കൂടുതലായിട്ട് ഉയർന്നു വരണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള നേതാക്കൾ ഉയർന്ന് സമൂഹത്തിൽ കൂടുതൽ ഏറ്റുപറയുകയും ചേർന്ന് നിൽക്കുകയും ചെയ്താലാണ് ഈ പാർട്ടിയിൽ കൂടുതൽ ആളുകൾ വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഷംസീറിന് മത്സരിക്കാൻ അവസരം കിട്ടേണ്ടതായിരുന്നില്ലേ? അല്ല, അത് അത്തരത്തിലല്ല അതിനെ കാണുന്നത്. ഇപ്പൊ തലശ്ശേരി പോലത്തെ ഒരു മണ്ഡലം എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും അത്തരത്തിലേക്കൊരു എടുക്കാൻ സീനിയർ ലീഡേഴ്സ് മാത്രം മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് തലശ്ശേരിയെ സംബന്ധിച്ചുള്ളത്. ആ മണ്ഡലത്തിൽ ഷംസീർ 2 പ്രാവശ്യം മത്സരിച്ചു. ഏറ്റവും വലിയ തലശ്ശേരി കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം തലശ്ശേരിക്ക് സമ്മാനിച്ച് കിട്ടിയ ഒരു MLA ആയിട്ട് ഷംസീർ വന്നു. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നു. ഷംസീറിനെ കുറിച്ച് എപ്പോഴും നിയമസഭയിൽ ഉണ്ടായിരുന്ന പ്രവർത്തനം കാണുമ്പോൾ സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു, ഏറ്റവും മികച്ച സ്പീക്കറായിട്ട് ഷംസീർ മാറി. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു ബുക്കിനെ കവർ കൊണ്ട് മാത്രം കൊണ്ട് ജഡ്ജ് ചെയ്തെന്ന് പറയുന്ന പോലെയാണ് ഷംസീറിൻ്റെ ഒരു പൊളിറ്റിക്സിലെ ഒരു മാറ്റം സ്പീക്കറായപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പുതിയ കാലഘട്ടത്തിൽ സമൂഹമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന, ജെൻസികളുടെ ഭാഷ സംസാരിക്കുന്ന, ജെൻസികളുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകൾ കൂടുതലായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വിനീഷിൻ്റെ അവസ്ഥയിൽ വിനീഷിനൊപ്പം നിൽക്കാത്ത സുഹൃത്തുക്കളോ പാർട്ടിക്കാരോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിപരമായി വേദനയായിട്ട് അങ്ങനെ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പാർട്ടി എന്ന രീതിയിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ പിന്നെ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ അതുകൊണ്ട് വേദനപ്പെടുത്തിയവരുണ്ട്. അല്ല, അതായിക്കോട്ടെ, അതുണ്ടാവുമല്ലോ, മനുഷ്യരായാലും ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും ഞാൻ അതൊന്നും കാണുന്നില്ല. അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു. പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ വെറുപ്പ് മനസ്സിൽ വെച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുക, അതൊക്കെ ഒരു മാക്സിമം, എൻ്റെ ദേഷ്യമൊക്കെ മാക്സിമം ഒരു 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷെ ആ 30 മിനിറ്റ് ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ തോന്നും. അതൊക്കെ ഉള്ളൂ. അല്ല, അല്ല, ഇപ്പോൾ മാറ്റമുണ്ട്. ബിനീഷ് തന്നെ സ്വയം നവീകരിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഘട്ടത്തിൽ അകന്നു നിന്നവർ അടുത്ത് വരുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ എത്രയോ പേര്, എല്ലാവരും അങ്ങനെ. അവരോട് ബിനീഷ് ക്ഷമിച്ചോ? അല്ല, അങ്ങനെ ക്ഷമിച്ചു ഞാൻ ആരെ ക്ഷമിക്കുക? അങ്ങനെയല്ല. അത് ആ ഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാടിൻ്റെ ഒപ്പമല്ലേ എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് ഞാനും ഒരു കോക്രോച്ച് ആണ് എന്ന് ബിനീഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് ബിനീഷ് പറയുന്നത്. ഈ മൂവ്മെൻറ്റ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ജെൻസി രാഷ്ട്രീയം, ഇപ്പം പ്രധാനമന്ത്രി എപ്പോഴും രാത്രി വന്ന് ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ജെൻസികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഒപ്പം നിർത്തുന്നതിന് പാർട്ടി സ്വയം നവീകരിക്കണം, പാർട്ടി സ്വയം മാറണം എന്ന അഭിപ്രായമുണ്ടോ ബിനീഷ്? പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന രീതികൾ ഒക്കെ തന്നെ വ്യത്യാസം വരണം. എന്നാൽ മാത്രം ഇപ്പം ഈ പറഞ്ഞ 40 വയസ്സ് താഴെയുള്ള ആളുകൾ ജെൻസി ഇടുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെയും ജെൻസികൾ ഉപയോഗിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യാതെയും അവർ എടുത്തു പോയി നിന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ അവരെ നിങ്ങൾക്ക് കിട്ടില്ല. അവരുടേതായിട്ടുള്ളൊരു പാരൽ വേൾഡിലോട്ട് പോകും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. 12 വർഷമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ജെൻസികളിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഞാൻ ജെൻസികളുമായിട്ട് അങ്ങനെ സംവദിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ കൂട്ടത്തിൻ്റെ അകത്ത് എപ്പോഴും അതാണ് ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും, അപ്പോൾ ഇവരുടെ രീതികൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതേ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു. കാരണം ഇനി വരുന്ന ഒരു 20 വർഷം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ്. മീൻസ് ഇപ്പം നമ്മളൊക്കെ ഈ 40 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പതുക്കെ ഈ സമൂഹത്തിൽ നിന്ന് മാറാൻ തുടങ്ങുക. ഇപ്പോൾ 20 വയസ്സുള്ള ആളുകളാണ് ഇനി വരാനുള്ള 20 വർഷത്തെ ഈ സമൂഹം എന്ന് പറയുന്നത്.
അവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, അവർക്ക് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നവീനമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവരെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക, നമ്മളെ രാഷ്ട്രീയത്തോടൊപ്പം അവർ നിൽക്കുന്നില്ല എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർ മറ്റൊരു ഇതേപോലത്തെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി പോയി. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറായി. ഇപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും നിന്നത് ഇപ്പോൾ SFIയും AESFും ഐസയും മാത്രമാണ് ആ സംഘടന ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം നിന്നത്. മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറില്ല. അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സമരം ചെയ്യുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്നും അതിനെ ക്രോഡീകരിക്കേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ സമരത്തിലേക്ക് മുന്നോട്ട് നയിക്കാമെന്നൊക്കെയുള്ള കൃത്യമായ ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ CJP എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അവരും അതിൻ്റെ കൂടെയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് വലിയൊരു ആശ്വാസം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്നു. ഞാൻ എന്തായാലും ആ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും ആ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഓൺ ചെയ്യുകയും ഇനി വരാനിരിക്കുന്ന കാലത്തിൽ മുന്നോട്ട് വെക്കുന്ന സമരത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. സിനിമ കുറേയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് വിനീഷ്. ഇനി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടോ? ശേഷം ഒരു 3 വർഷമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ്. ഈ വർഷം ഒരു സിനിമ സൈൻ ചെയ്ത് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ സിനിമ ഇന്ന് വിചാരിച്ച് നാളെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അവർ ഭയങ്കരമായിട്ട് സ്റ്റഡി, ഇപ്പോൾ ജെൻസി ആളുകളൊക്കെ തന്നെയാണ് അവർ സിനിമയെ പുതിയ രീതിയിൽ കാണുന്നത്. അവർ വളരെ സ്റ്റഡീഡാണ്. അവർ ഫുൾ ബൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കും. ഓരോ സീൻ വൈസ് അവർ കൃത്യമായിട്ട് വരച്ച് ഓരോ കാർട്ടൂൺ ബേസ്ഡ് കാര്യങ്ങൾ സ്റ്റോറി ബോർഡുകൾ ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പഴയ ബിനീഷായിട്ടാണോ പുതിയ ബിനീഷായിട്ടാണോ? ഞാനല്ലോ ഞാൻ അങ്ങനെ വലിയ നിരന്തര സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെ അറിയാവുന്ന ആളുകൾ സിനിമയിൽ വിളിക്കും. എന്നാലും ബിനീഷിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതെ, ഇനിയിപ്പോ പുതിയ കാലഘട്ടത്തിൽ വരുമ്പോ എന്താന്നുള്ളത് നോക്കാം, ഏത് രീതിയിലാണ് അവർ വിളിക്കുന്നത് നോക്കാം. ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ക്യാരക്ടറിനെ കുറിച്ചുള്ള ചർച്ചയൊന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ക്യാരക്ടർ റോൾസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് ഇനി പുതിയ ഈ പറയുന്ന പോലെ തന്നെ പുതിയ തരത്തിലുള്ള സിനിമയാണ്, പുതിയ തരത്തിലുള്ള കഥ ഈ വർഷം ഉണ്ടാവുമോ? ഈ വർഷത്തിലേക്ക് ഷൂട്ട് തുടങ്ങുകയേ ഉള്ളൂ. അപ്പൊ സിനിമയും ഒപ്പം തന്നെ ഉണ്ടാവും. താരസംഘടനയിലെ അംഗത്വം നിലനിർത്തുന്നുണ്ട്. താരസംഘടനയിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതൊക്കെ കാണുന്നുണ്ടോ ബിനീഷ്? സംഘടനയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അമ്മ സംഘടന നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരു 10-100 പേരുള്ളൂ. ഒരു 100 പേരിൽ താഴെ ഉള്ളൂന്നേ സ്ഥിരമായിട്ട് വരുമാനമുള്ള അല്ലെങ്കിൽ സ്ഥിരം സിനിമകളുള്ള ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നവർ. അവർക്ക് ഒരു പരിധിയിൽ കുറഞ്ഞ് ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അവർക്കൊരു പരിധിയിൽ കുറഞ്ഞ ഒരു ജീവിത നിലവാരത്തിലേക്ക് താഴോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഘടന മുൻനിർത്തി അവർക്ക് ഉള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ബുദ്ധിമുട്ടി പോകും. ഈ സംഘടന അങ്ങനെ തകരുമെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ അതിൽ പറഞ്ഞു. ആര് വിചാരിച്ചാൽ ഈ സംഘടന തകരുമെന്നില്ല, മുന്നോട്ട് പോകും. ഞാൻ പേഴ്സണലി കരുതുന്നത് ഇപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും കൂടി ഒരു നിലപാടെടുത്ത് പറഞ്ഞാൽ എന്താണ് മുന്നോട്ട് നമ്മൾ പോകേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പം ശ്വേത ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതകളുടെ നേതൃത്വത്തിലേക്ക് ഒരു സംവിധാനം വരട്ടെ എന്ന് ഇവർ പറഞ്ഞത് കൊണ്ടാണ് അത് വന്നത്. അല്ലാണ്ട് അങ്ങനെ പൊടുന്നനെ ആരെങ്കിലും വന്ന് ആയി മത്സരിച്ച് ജയിച്ചത് കൊണ്ട് മാത്രമല്ല. അതിൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സുരേഷേട്ടൻ്റെയും ഒരു നിലപാട് ഒരു സ്ത്രീകൾ നയിക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണസമിതി വരട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതായിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ രീതിയിൽ ഇനി എന്താണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവനോടൊപ്പം ഈ സംഘടനയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. തെരഞ്ഞെടുപ്പ് കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല എന്നാണോ? അല്ല, ഇനി തെരഞ്ഞെടുപ്പേ വഴിയുള്ളൂ. അല്ല, അതെ, ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ത്, ആരെ കൊണ്ടുവരണം എന്നൊരു രീതിയിലേക്ക്. കാരണം ഇവർ 3 പേരുമാണെന്നേ ഇതിന്റെ ഫേസ്. ജനാധിപത്യം വരണം, പവർ ഗ്രൂപ്പുകൾ മാറണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവർ 3 പേര് തന്നെയാണ് ഇതിന്റെ ഫേസ്. അപ്പൊ അവരൊരു നിലപാട് പറയുമ്പോൾ ആ നിലപാടിനോട് ചേർന്ന് ഈ സംഘടനയ്ക്ക് പണം കണ്ടെത്തണം, ഈ സംഘടനയ്ക്ക് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള ആളുകൾ വന്നാൽ മാത്രമേ ആ നിലപാടിനോടൊപ്പം നിൽക്കുന്നു. അതൊരു പവർ ഗ്രൂപ്പൊന്നുമല്ല. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കും സുരേഷേട്ടനും ഈ അമ്മയിൽ ഒരു പവർ ഗ്രൂപ്പായിട്ട് എന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊന്നും ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇടപെടാതിരുന്നാൽ അത്രയും സൗകര്യം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അവരുണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ ഇത്. അപ്പോൾ അവരെ ഒരു വാക്കിന് വിലയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചില പ്രസ്ഥാനത്ത് ചില ആളുകളുടെ വാക്കിന് വിലയുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിട്ട് ഇവർ 3 പേരുടെ വാക്കിന് വലിയ വിലയുണ്ട്. അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ സജീവമായി അല്ലേ, സ്പോർട്സിലും സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ബിനീഷിനെയാണ് നമ്മൾ കാണാതിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.